എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വിസ്കി ബോട്ടിലുണ്ടൊരു ഫാൻസി ലൈറ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണം. ഇതുണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല. ഒരു പഴയ വിസ്കി ബോട്ടിലും ഒരു അരയിഞ്ച് പൈപ്പ് 1 മീറ്ററും പിന്നെ ചില്ലറ സാധനങ്ങളും, വലിയ ചിലവില്ല. എല്ലാം കൂടെ ഒരു 200 രൂപയ്ക്കകത്ത് 200-300 രൂപയുടെ ചിലവേ ഉള്ളൂ ഈ ഒരു ലൈറ്റ് ഉണ്ടാക്കുന്നതിന്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ലൈറ്റാണ്. നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 1 മീറ്റർ പ്ലാസ്റ്റിക്, അരയിഞ്ച് ത്രെഡഡ് പൈപ്പ് വേണം. പേസ്റ്റഡ് ആകുമ്പം കട്ടി കുറവാണ്. പേസ്റ്റഡ് ത്രെഡഡ് പൈപ്പ് 1 മീറ്റർ എടുത്ത് അതിനകത്ത് നല്ലതുപോലെ ഉണക്ക മണ്ണിടിച്ച് നിറച്ച് 2 സൈഡിലും പേപ്പർ വെക്കണം. ആദ്യം ഒരു സൈഡിൽ പേപ്പർ വെച്ച് മണ്ണിടിച്ച് നിറച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നിറയ്ക്കണം. അടുത്ത സൈഡും പേപ്പർ വെച്ച് അടച്ചതിന് ശേഷം നമ്മളൊരു ഗ്യാസ് അടുപ്പിനകത്ത് വെച്ച് ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നമുക്കിത് ഏത് രീതിയിലാണ് വളയ്ക്കേണ്ടതെന്നുള്ളതിന് നമ്മൾ ആദ്യമേ തടിയിലൊരു ഡൈ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിൽ വെച്ച് നമുക്ക് കൃത്യമായിട്ട് വളച്ചെടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. മണ്ണ് നിറച്ചിട്ട് വേണം വളയ്ക്കാൻ. അപ്പം ഞാൻ ഈ ഒരു മോഡലിലാണ് ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വെച്ച് ഞാനത് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം. ഇത് വെറും നിസ്സാരമാണ്, വെറും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ചിലവൊന്നും വരുന്നതല്ല. വേസ്റ്റ് പൈപ്പായാലും മതി. ഇപ്പം ചൂടാക്കുന്ന പൈപ്പെന്ന് പറയുന്നത് പ്ലംബിങ്ങിൻ്റെ പണി ചെയ്തിട്ട് അധികം വന്ന വേസ്റ്റ് പൈപ്പാണ്. അതാണ് മുറിച്ച് നൂത്ത് നമുക്കതിന് വേണ്ടുന്ന അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ പൈപ്പൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം, നല്ലപോലെ ചൂടായതിനു ശേഷം നിരപ്പുള്ള തറയിൽ, ടൈൽസിൻ്റെയോ തടിയോ എന്തായാലും മതി, അതിൻ്റെ തറയിൽ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വീണ്ടും നിരപ്പുള്ള എന്തെങ്കിലും ഒരെണ്ണം വെച്ചാൽ അത് കറക്റ്റ് നൂന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെയൊക്കെ ഡൈ നമുക്ക് ആദ്യം പേപ്പറിൽ വെട്ടിയെടുക്കാം. ഞാൻ ആ കുപ്പിയുടെ മോഡൽ തന്നെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇട്ട് വരച്ചിട്ട് നമുക്കത് ആക്സാബ്ലേഡിന് കട്ട് ചെയ്ത് പിന്നെ ആരം വെച്ച് രാവി വൃത്തിയാക്കി എടുക്കുക. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു ഐഡിയയിൽ ഓരോ മോഡലുകളിൽ ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഓരോരുത്തരുടെ ഓരോ ഐഡിയ ആണ്. പൈസ കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ലൈറ്റ് മേടിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ലൈറ്റ് വീട്ടിലിരുന്നെന്ന് പറഞ്ഞാൽ അതെങ്ങും മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല. അപ്പോൾ ആരെങ്കിലും വന്ന് നോക്കിയാലും ഒരു പുതുമയുള്ള ലൈറ്റ്. അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, അതിന് വലിയ ചിലവില്ല. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ബോട്ടിൽ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, ഏത് മോഡൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഓരോ മോഡൽ കിട്ടുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ മനസ്സിൽ കണ്ട് ആ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആദ്യമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വലിയ താമസമില്ലാതെ കാണാം.